മതം മാറി എന്നുള്ളത് കൊണ്ട് മനുഷ്യൻ ജാതി മാറുമെന്ന് കോടതി പറയുന്നത് എത്രത്തോളം യാഥാർത്ഥ്യമാണ് എന്ന് ചോദിച്ചാൽ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെ വെച്ച് പറയുവാൻ സാധിക്കും, അതൊരു കാരണവശാലും ശരിയല്ല. ജാതി ചിന്ത മാറ്റുവാൻ ഇന്ത്യൻ സമൂഹത്തിൽ മനുഷ്യന് ഇതുവരെ സാധിച്ചിട്ടില്ല. മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നിന്ന് സുപ്രധാനമായ ഒരു വിധി ഉണ്ടായി. ആ വിധി ഭാരതത്തിലെ ക്രൈസ്തവ സമൂഹത്തെ ദൂരവ്യാപകമായി ബാധിക്കുന്ന ഒരു വിധിയാണെന്ന് ഞാൻ കണക്കാക്കുന്നു. ഈ വിധിയെക്കുറിച്ച് ഇതുവരെ കാര്യമായ ചർച്ചകൾ നടന്നിട്ടില്ല. അതിൻ്റെ വാർത്തകൾ പുറത്തു വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. സംഭവം ഇതാണ്: പുതുച്ചേരിയിലെ ഹിന്ദുമത വിശ്വാസിയായ ഒരു പെൺകുട്ടി കോടതിയെ സമീപിച്ച വിഷയം തൻ്റെ ജോലി സംവരണവുമായി ബന്ധപ്പെട്ടാണ്. അവൾ ഹിന്ദു മതത്തിൽ ജനിച്ചു വളർന്നതാണെന്നും ഹിന്ദുമത വിശ്വാസപ്രകാരമാണ് ജീവിക്കുന്നതെന്നുമാണ് അവകാശപ്പെട്ടത്. എന്നാൽ അവളുടെ പിതാവ് മാത്രമാണ് ഹിന്ദുമതത്തിൻ്റെ പട്ടികജാതി വിഭാഗത്തിൽ ഉൾപ്പെട്ടതെന്നും അവളുടെ മാതാവ് പണ്ടെങ്ങോ മതം മാറി ക്രിസ്ത്യാനി ആയതാണ് എന്നുമാണ് എതിർവാദം. അപ്പോൾ അവിടെ കോടതി ഇതിനകത്ത് വിധിച്ചിരിക്കുന്നത്, ജ്ഞാനസ്നാനം സ്വീകരിച്ച് ക്രൈസ്തവ മതം സ്വീകരിച്ച അവളുടെ മാതാവ് വിവാഹാനന്തരം ഹിന്ദുമത ആചാരപ്രകാരമാണ് ജീവിച്ചിരുന്നതെങ്കിലും ഹൈന്ദവ മതവിശ്വാസിയാണെന്ന് തെളിയിക്കുന്ന രേഖകളില്ല. മാത്രവുമല്ല, ഹിന്ദുമതത്തിൽ നിന്ന് ക്രൈസ്തവ മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത ഒരു വ്യക്തി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത വ്യക്തി തിരിച്ച് മതപരിവർത്തനം നടത്തുമ്പോൾ അത് ആഘോഷമായി നടത്തണം എന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ആര്യ സമാജം നിർദ്ദേശിക്കുന്ന ചടങ്ങുകളോടെ ആയിരിക്കണം മതപരിവർത്തനം നടത്തുന്നത് എന്ന് കോടതി പറയുന്നു. ഈ കോടതി വിധി അനുസരിച്ച് ഈ പെൺകുട്ടിക്ക് പട്ടികജാതി എന്നുള്ള നിലയിലുള്ള അവകാശങ്ങൾക്ക് അർഹതയില്ല എന്നാണ് കോടതി വിധിച്ചിരിക്കുന്നത്. ഈ കോടതി വിധിയിൽ വ്യക്തമാകുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, ഒരു വ്യക്തി പുനർമത പരിവർത്തനം നടത്തുമ്പോൾ അത് ആഘോഷമായി നടത്തണം എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഒരാൾ മതം മാറുമ്പോൾ അയാളുടെ ജാതിയും മാറുന്നു എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. സുപ്രീം കോടതി ജഡ്ജിമാരായ പങ്കജ് മിത്തലും ആർ മഹാദേവനും ചേർന്നാണ് ഈ വിധി പുറപ്പെടുവിച്ചത്. വിധിയുടെ വിശദാംശം ഇങ്ങനെയാണ്: അച്ഛനും മുൻ തലമുറകളും വള്ളുവൻ സമുദായമാണെന്നും ക്രിസ്ത്യാനിയായി ജനിച്ച അമ്മ വിവാഹശേഷം ഹിന്ദുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടെന്നുമായിരുന്നു ഹർജിക്കാരിയുടെ വാദം. താനും ഹിന്ദുമത വിശ്വാസിയാണെന്നും പെൺകുട്ടി ചൂണ്ടിക്കാട്ടി. ഇതുപ്രകാരം സർട്ടിഫിക്കറ്റുകളും നേടി. ഇത് റദ്ദാക്കിയ നടപടി ഹൈക്കോടതി ശരിവെക്കുകയായിരുന്നു. അതിനെതിരായ ഹർജിയാണ് സുപ്രീം കോടതി പരിഗണിച്ചത്. ക്രിസ്തു മതത്തിലേക്ക് ജ്ഞാനസ്നാനം ചെയ്യപ്പെട്ട പെൺകുട്ടി തിരികെ ഹിന്ദുമത വിശ്വാസം സ്വീകരിച്ചതിന് തെളിവില്ലെന്ന് കോടതി വിലയിരുത്തി. ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനപ്പെടുന്നവർക്ക് അവരുടെ ജാതി നഷ്ടമാകുമെന്നും ആ ജാതിയുടെ പേരിൽ പിന്നീട് അറിയപ്പെടാൻ കഴിയില്ലെന്നും ജഡ്ജിമാരായ പങ്കജ് മിത്തൽ, ആർ മഹാദേവൻ എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കി. മതപരിവർത്തനം ഉപേക്ഷിച്ച് പഴയ വിശ്വാസത്തിലേക്ക് പോയാൽ അത് വെറും ഒരു വാദം മാത്രമാകരുത്. തിരിച്ചുള്ള പരിവർത്തനം ആഘോഷമായോ ആര്യ സമാജം നിർദ്ദേശിക്കുന്ന നടപടികൾ പാലിച്ചോ ആകണം. ഈ വിധിയിലൂടെ രണ്ട് കാര്യങ്ങളാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, മതപരിവർത്തനം ചെയ്തവർ പുനഃമതപരിവർത്തനം നടത്തുമ്പോൾ നിർബന്ധമായും ആഘോഷമായി ഈ കാര്യം നടത്തണം. രണ്ടാമത്തെ കാര്യം, ഒരാൾ മതപരിവർത്തനം ചെയ്യുന്നതോടെ അയാളുടെ ജാതി അവകാശങ്ങൾ അയാൾക്ക് നഷ്ടമാകും. അതിൻ്റെ പേരിലുള്ള സംവരണങ്ങൾക്ക് അവർ അർഹരാകുകയില്ല. ഇവിടെ അടിസ്ഥാനപരമായ ഒരു പ്രശ്നമുള്ളത്, കാലകാലങ്ങളിൽ ക്രൈസ്തവ സമൂഹത്തിലേക്ക് മറ്റു പല സമൂഹങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ വിശ്വാസത്തിലേക്ക് വന്നിട്ടുണ്ട്. അവരുടെ വിശ്വാസം മാറുന്നു, അവർ വ്യത്യസ്തമായ ഒരു മത ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇതാണ് സംഭവിക്കുന്നത്. അങ്ങനെ സംഭവിക്കുമ്പോൾ അവരുടെ ജാതി മാറുന്നു എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഒരാൾക്ക് തൻ്റെ മതം മാറുവാൻ ഈ രാജ്യത്തെ ഭരണഘടന അവകാശം നൽകുന്നുണ്ട്. മതം എന്ന് പറയുന്നത് ഒരാളുടെ അഭിപ്രായം. മതം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അഭിപ്രായം എന്നുള്ളതാണ്. അപ്പം മതം എന്ന് പറയുന്നത് അഭിപ്രായമെന്നോ അയാളുടെ വിശ്വാസമെന്നോ നമുക്ക് വ്യാഖ്യാനിക്കാം. അങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ ഒരാൾക്ക് അയാളുടെ വിശ്വാസം മാറ്റുവാൻ ഭരണഘടന പ്രകാരം അവകാശമുണ്ട്.
അങ്ങനെ ഒരാൾ തൻ്റെ മതവിശ്വാസം മാറ്റുന്നു, അല്ലെ എനിക്ക് മതമില്ല എന്ന് പറയുന്നു, മതത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുന്നു, അങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിൽ ഒരാളുടെ ജാതി നഷ്ടപ്പെടുമോ, ജാതി അവകാശങ്ങൾ നഷ്ടപ്പെടുമോ, അയാളുടെ ജാതി മാറിയതായി കണക്കാക്കേണ്ടി വരുമോ, ജനിച്ചു വളർന്ന ജാതിയുടെ അവകാശങ്ങൾ അദ്ദേഹത്തിന് അവകാശപ്പെടത്തില്ലേ, അതുകൊണ്ടുള്ള സംവരണങ്ങൾ നഷ്ടമാകുമോ? ഈ വിധിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി ഞാൻ കണക്കാക്കുന്നത് ഉത്തരേന്ത്യയിൽ പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് ഘർ വാപ്പസി എന്നുള്ളത്. ഘർ വാപ്പസി എന്ന് പറഞ്ഞാൽ ക്രിസ്തു മതത്തിലേക്ക് ഏതൊക്കെയോ കാലത്ത് പരിവർത്തനം ചെയ്യപ്പെട്ടവരെ തിരിച്ച് ഹൈന്ദവ സമുദായത്തിലേക്ക് അല്ലെങ്കിൽ ഹൈന്ദവ മതത്തിലേക്ക് മതം മാറ്റുന്ന ചടങ്ങിനാണ് ഘർ വാപ്പസി എന്ന് പറയുന്നത്. ഹൈന്ദവ തീവ്ര സംഘടനകൾ ഇത്തരം ചടങ്ങുകൾ വ്യാപകമായി സംഘടിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും അത് സമൂഹത്തിൻ്റെ സമാധാന അന്തരീക്ഷത്തിന് അല്ലെങ്കിൽ മതവിശ്വാസപരമായ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഒരു കാര്യമായിട്ടാണ് നടന്നു വരുന്നത്. പ്രലോഭിപ്പിച്ചോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയോ ഒക്കെയാണ് ഇങ്ങനത്തെ ഘർ വാപ്പസികൾ നടക്കുന്നത്. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ ക്രൈസ്തവ സമൂഹത്തിലേക്ക് പലപ്പോഴും കടന്നു വന്നിട്ടുള്ള ആളുകൾ പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്നവരോ ഗോത്രവർഗങ്ങളിൽ പെടുന്നവരോ ആദിവാസി സമൂഹങ്ങളോ നേരത്തെ അവർ ഹിന്ദു മതത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് പോലും അവർക്കറിയത്തില്ല. അവർ ഹിന്ദു മതത്തിൻ്റെ ഭാഗമല്ല. അവർക്ക് വ്യത്യസ്തമായ ചിന്തകളും വ്യത്യസ്തമായ ആരാധനകളും വ്യത്യസ്തമായ ദൈവങ്ങളുമൊക്കെയാണ് അവർക്കുള്ളത്. ദൈവവിശ്വാസം പോലും ഹൈന്ദവ മതവുമായി ബന്ധപ്പെട്ടത് ആയിരിക്കണമെന്നില്ല. പക്ഷേ ഏതോ കാലത്ത് അവർ ക്രിസ്തുമതം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ അവകാശങ്ങൾ, ജാതി എന്നുള്ള അവകാശങ്ങൾ നഷ്ടപ്പെടുമെന്നാണ് ഈ വിധിയിലൂടെ ഇപ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും അപകടകരമായ കാര്യം, ഒരു വ്യക്തിക്ക് അയാളുടെ മതം മാറുവാനുള്ള സ്വാതന്ത്ര്യം, അതിന് പരിധികൾ വരുന്നു, അല്ലെങ്കിൽ അത് അതിരുകൾക്കകത്തേക്ക് ചുരുക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതായത് ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ അയാൾ ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് അയാളുടെ മതത്തിന് മാറ്റം വരുത്തുമ്പോൾ, മതത്തിൽ നിന്ന് മാറുമ്പോൾ അയാൾ ജനിച്ചു വളർന്ന സമൂഹം എന്നുള്ള നിലയിൽ തനിക്ക് ലഭിക്കേണ്ടുന്ന മുഴുവൻ ആനുകൂല്യങ്ങളും രാജ്യം നൽകുന്ന സംവരണ ആനുകൂല്യങ്ങളും നഷ്ടമാകുന്ന ഒരു സാധ്യതയാണ് നമ്മളിവിടെ കാണേണ്ടിയിരിക്കുന്നത്. ഇതാണ് ഈ കോടതി വിധിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുവാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പക്ഷെ ഞാൻ ആ വിഷയങ്ങളിലേക്ക് ഇപ്പോൾ സമഗ്രമായി ഇറങ്ങുവാൻ ആഗ്രഹിക്കുന്നില്ല. അതിനുള്ള അവസരവുമല്ലിത്. കൂടുതൽ വ്യക്തമായ ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കേണ്ടതുണ്ട്. അപ്പോൾ തന്നെ ഈ രാജ്യത്തെ കോടതികളിൽ നമ്മൾ വിശ്വസിക്കുന്നു. കോടതി ന്യായമായ കാര്യങ്ങളായിരിക്കും തീരുമാനിക്കുക എന്നുള്ള ബോധ്യമാണ് നമുക്കുള്ളത്. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ ഭരണഘടനയോടും നീതി വ്യവസ്ഥയോടും നിയമങ്ങളോടും എല്ലാം കൂറു പുലർത്തി മുന്നോട്ട് പോകുന്ന ഒരു സമൂഹമാണ് ഭാരതത്തിലെ ക്രൈസ്തവർ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരാൾ മതം മാറുമ്പോൾ അയാളുടെ ജാതി മാറുമോ? ഇതാണ് ചോദ്യം. ഈ ചോദ്യത്തിനാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്, മതം മാറുമ്പോൾ ജാതി മാറുമെന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ എന്താണ് യാഥാർത്ഥ്യം? കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെ എടുത്താൽ തന്നെ നമുക്കിത് യാഥാർത്ഥ്യം മനസ്സിലാക്കുവാൻ സാധിക്കും. ക്രൈസ്തവ സമൂഹം കേരളത്തിൽ ഇന്നും ജാതി അധിഷ്ഠിതമായി തന്നെയാണ് നിൽക്കുന്നത്. കഴിഞ്ഞ എത്രയോ നൂറ്റാണ്ടുകളായി അങ്ങനെയാണ് തുടരുന്നത്. നമുക്ക് ആ മനോഭാവത്തിൽ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് അടിസ്ഥാനപരമായി ജാതി വേർതിരിവുകൾ മാറ്റുവാൻ നമുക്കിതുവരെ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് കത്തോലിക്ക സഭ പോലും ഓരോ ജാതി അടിസ്ഥാനത്തിൽ റീത്തുകളായി നിലകൊള്ളുന്നത്. മാത്രവുമല്ല, ഇനി മറ്റ് സമുദായങ്ങളെ എടുത്താൽ യാക്കോബായ, ഓർത്തഡോക്സ് സഭകൾ സുറിയാനി സഭകളായിട്ടാണ് അവർ തന്നെ അവകാശപ്പെടുന്നത്. മറ്റുള്ളവർക്ക് അവിടേക്ക് പ്രവേശനമില്ല. ഇനി മർത്തോമ സഭ എടുത്താൽ അത് സുറിയാനി സഭയാണെന്ന് അവർ അവകാശപ്പെടുന്നു. അപ്പോൾ തന്നെ മറ്റ് സമുദായങ്ങളിൽ നിന്ന് ആളുകളെ അവർ സ്വീകരിക്കാറുണ്ട്. അങ്ങനെ സ്വീകരിക്കുന്നെങ്കിൽ പോലും ദളിതർക്ക് മർത്തോമ സഭയിൽ പ്രത്യേകം പള്ളി ഉണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി പെന്തക്കോസ്തിലേക്ക് വന്നാൽ അതിനെക്കാട്ടിലും രസകരമാണ്. പെന്തക്കോസ്തിൽ ആദ്യഘട്ടത്തിൽ മിഷണറിമാരും പിതാക്കന്മാരും ഈ ജാതി വേർതിരിവുകൾ ഒഴിവാക്കിയാണ് മുന്നോട്ട് പോകുവാൻ തീരുമാനിച്ചതും അങ്ങനെയാണ് പ്രവർത്തിച്ചതും. അപ്പോൾ അന്ന് ഇന്നത്തെ നിലയിലല്ല, ജാതീയമായ വേർതിരിവുകൾ വളരെ കഠിനമായിരുന്ന ഒരു സമയത്ത് ഈ പെന്തക്കോസ്തിൻ്റെ പിതാക്കന്മാരും മിഷണറിമാരും എല്ലാവരെയും ഒന്നിച്ച് ചേർത്ത് ഒന്നിച്ചിരുന്ന് ഒരു പായിലിരുന്ന് ആരാധിക്കുവാനൊക്കെ തുടങ്ങിയപ്പോൾ ഈ ജാതി പറഞ്ഞാണ് പെന്തിക്കോസിലേക്ക് പോകുന്നവരെ പലപ്പോഴും കളിയാക്കിയിരുന്നത് പോലും. പക്ഷേ കാണെ ഈ പെന്തക്കോസിനകത്തേക്കും ജാതി പ്രവേശിച്ചു.
ആളുകൾ വർദ്ധിച്ചു വന്നപ്പോൾ, പല സമുദായങ്ങളിൽ നിന്ന് ആളുകൾ ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ജാതീയ ചിന്തകൾ ഇതിനകത്തും യാഥാർത്ഥ്യമാണ്. ഇന്ന് അത് നിലവിലുണ്ട്. അത് ഇല്ല എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. വേദപുസ്തക പ്രകാരവും വേദപുസ്തക ആശയപ്രകാരവും മുന്നോട്ട് പോകുന്ന ഒരു സമൂഹമാണ് പെന്തക്കോസ്ത് എന്ന് നമ്മൾ അവകാശപ്പെടുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ സകലതും പുതുതായി എന്ന പഴയത് മുഴുവൻ കഴിഞ്ഞു പോയെന്നാണ് നമ്മൾ അവകാശപ്പെടുന്നത്. പക്ഷേ നമ്മുടെ എല്ലാം ഉള്ളിൽ എന്തുണ്ട്? ഈ ജാതി ചിന്തകൾ നിലനിൽക്കുന്നു. നമ്മളുടെ കുടുംബങ്ങൾ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഈ ജാതി ചിന്ത വളരെ പെട്ടെന്ന് പൊങ്ങി വരുന്നത്. കല്യാണ ആലോചനകൾ വരുമ്പോൾ, വധുവരന്മാരെ തേടുമ്പോൾ എപ്പോഴും ആളുകൾ അവരവരുടെ സമുദായത്തിൽ നിന്നുള്ള ആളുകളെ കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോഴാണ് ജാതി ചിന്തകൾ പുറത്തു വരുന്നത്. ഞാൻ കഴിഞ്ഞ 30 വർഷമായിട്ട് ഹാലലിയ എന്ന പ്രസിദ്ധീകരണം നടത്തി വരുന്നു. അതിനകത്ത് മാട്രിമോണിയൽ പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കാറുണ്ട്. ആ മാട്രിമോണിയൽ പരസ്യങ്ങളിൽ വരുന്നത് സുറിയാനി ക്രിസ്ത്യാനി കുടുംബത്തിൽ, അല്ലെങ്കിൽ സാംബവ പെന്തക്കോസ്ത് കുടുംബം, അല്ലെങ്കിൽ നായർ പെന്തക്കോസ്ത് കുടുംബം എന്നൊക്കെ പറഞ്ഞ് വധുവരന്മാരെ പരിചയപ്പെടുത്താറുണ്ട്. പലരും ചോദിക്കാറുണ്ട്, അങ്ങനെ ചെയ്യുന്നത് തെറ്റല്ലേ? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? തെറ്റാണോ എന്ന് ചോദിച്ചാൽ അടിസ്ഥാനപരമായി അത് തെറ്റ് തന്നെയാണ്. അപ്പോൾ തന്നെ നമ്മുടെ കുടുംബങ്ങൾ അവരുടെ കുഞ്ഞുങ്ങൾക്ക് വധുവരന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ തങ്ങളുടെ സമുദായത്തിൽ, തങ്ങൾ ഏത് സമുദായത്തിൽ നിന്ന് വന്നോ അതേ സമുദായത്തിൽ നിന്ന് വന്ന ആളുകളിൽ നിന്ന് വധുവരന്മാരെ തിരഞ്ഞെടുക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ആ രീതിയിൽ ആളുകൾ പരസ്യം ചെയ്യുന്നത്. അത് എവിടെ പരസ്യം ചെയ്താലും ആളുകൾ അങ്ങനെയാണ് പരസ്യം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ വേർതിരിവുകൾ ഇതുവരെ മാറ്റുവാൻ സാധിച്ചിട്ടില്ല. ജാതി അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മുടെ സമൂഹം ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം ഇതാണ്. മതം മാറി എന്നുള്ളത് കൊണ്ട് മനുഷ്യൻ ജാതി മാറുമെന്ന് കോടതി പറയുന്നത് എത്രത്തോളം യാഥാർത്ഥ്യമാണ് എന്ന് ചോദിച്ചാൽ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെ വെച്ച് പറയുവാൻ സാധിക്കും, അതൊരു കാരണവശാലും ശരിയല്ല. ജാതി ചിന്ത മാറ്റുവാൻ ഇന്ത്യൻ സമൂഹത്തിൽ മനുഷ്യന് ഇതുവരെ സാധിച്ചിട്ടില്ല. എല്ലാ സമുദായങ്ങളിലും സമൂഹങ്ങളിലും അത് രൂഢമൂലമായി കിടക്കുകയാണ്. ഒരുവൻ മതം മാറി എന്നുള്ളത് കൊണ്ട് അവൻ്റെ ജാതി മാറുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കോടതി പറഞ്ഞത് ഏതൊക്കെ നിലയിൽ സമൂഹത്തെ ബാധിക്കുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ സീരിയസ് ആയ ചർച്ചകൾ ഈ രംഗത്തുണ്ടാകേണ്ടിയിരിക്കുന്നു. നിയമജ്ഞർ അതിനെ വിശദീകരിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് കാത്തിരിക്കാം.